പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിൽ ഇന്ന് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തല്ല സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ. പുതിയ ബോധ്യങ്ങൾ, പുതിയ ഓർമ്മകൾ, ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ, കർത്താവിൻ്റെ സ്വന്തമായി നിലനിൽക്കാൻ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാതെ അലയുന്ന മക്കൾ, ജോലിക്ക് തടസ്സം നേരിട്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി പിരിച്ചുവിടപ്പെട്ടവർ, ജോലി സസ്പെൻഷനായവർ, അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ, കടകമ്പോളങ്ങൾ നടത്തുന്നവർ, വ്യാപാര വ്യവസായങ്ങൾ ഏജൻസി പണികളും ചെയ്യുന്നവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, മത്സരപ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ യോഗ്യതയൊക്കെ ഇവിടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യരായി തീർക്കാനും, നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസിൽ നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിനക്കൊരു സഹായം വേണമെന്ന് ആവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അത് ഏത് മേഖലയിലായാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, തകർന്നുപോയ ബന്ധങ്ങളാകാം, സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം, ഒഴിവാക്കലുകളാകാം, എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഃഖങ്ങൾ,
അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേരിൽ നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപയും ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നോക്കട്ടെ. ആരെയും മനസ്സിൽ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നമിച്ചിരിക്കുന്ന രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേന എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഒരേ സമയത്ത് തന്നെ ഈ ഉടമ്പടി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിൽവിയ എന്ന് പറഞ്ഞൊരു നേഴ്സ്, അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ നേഴ്സ്, ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം. അതായത് ഇവർ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ്. രണ്ട് നാട്ടുകാർ, രണ്ട് പ്രായക്കാർ, രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ, ഡിഫറെൻറ്റ് പേഴ്സൺസ്. രണ്ടുപേരുടെയും വിഷയങ്ങളൊന്നാണ്. ഇവർ രണ്ടുപേരും അസിസ്റ്റൻറ്റ് നേഴ്സാണ്. അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ. അതിൻ്റെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ്, നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒത്തിരി ഉണ്ടാകും. അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ്. ഇപ്പോൾ ഈ രണ്ടുപേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സാകണമെന്നാണ്. അപ്പം നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ കേൾക്കുമോ ചെവി കൊണ്ട് എന്ന്. അങ്ങനെയാണ് സാധാരണ ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വിക ജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരും ഒത്തിരി ഉണ്ട്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഈ പുസ്തകത്തിലെ പശുവാണ്, അത് ദിനത്തില്ല. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് താത്വിക ജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും. ഇപ്പോൾ ഈ രണ്ട് അസിസ്റ്റൻറ്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സാകണം, ഞാൻ പഴയത് മടുത്ത് എല്ലൊടുങ്ങി, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ അവർ പറയും എനിക്ക് ഇവർ രണ്ടുപേരും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയാനയും അതുപോലെ തന്നെ സിൽവയും ദൈവത്തോട് പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ മെറിറ്റില്ല, ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസ് ഇല്ലേ, യോഗ്യതാ പരീക്ഷകൾ, അതിനെഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ്. അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇത് എപ്പോഴും അത് നമ്മുടെ മനസ്സിലാക്കണത് നമ്മളെ അടിയറ വെക്കണം നല്ലതാണ്. നമ്മളുടെ എന്താണ് നമ്മുടെ അവസ്ഥ അത് പറയണം. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തവന്മാർ പറയും കഴിവില്ലാത്തവന്മാർ പ്രാർത്ഥിക്കാൻ പോകരുത്, കഴിവുള്ളവർക്കല്ലേ പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല. കഴിവെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട്. ആ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നീ അങ്ങനെ വിചാരിക്കണം. അല്ല നിനക്ക് കഴിവില്ലല്ലോ, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആയില്ലല്ലോ, നീ പറയണ ന്യായമല്ലല്ലോ. അങ്ങനെയല്ല. ന്യായം അന്യായമൊക്കെ തീരുമാനിക്കണം ആരാണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിന്നോടുണ്ടെങ്കിൽ ഈ ന്യായവും അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല. കർത്താവിൻ്റെ തീരുമാനം ഇല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് 11 എന്ന് എഴുതി കാണിക്കും. ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ 11-ാം മാസത്തിൽ അവൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഈ സിൽവ 11 എഴുതി കാണിക്കുന്ന സിൽവയ്ക്ക്. ഡയാനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയാനയ്ക്ക് സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും. സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും. ഉടനെ അന്ന് തൊട്ട് 37-ാം ദിവസം അവളുടെ ഹസ്ബൻഡിന് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം നോക്കിയേ, രണ്ട് നാട്ടിലുള്ള ആൾക്കാർ, രണ്ട് സ്വഭാവക്കാർ, രണ്ട് വ്യക്തികൾ, രണ്ട് അവസ്ഥകൾ ജീവിക്കുന്നവർ, അവിടെ വിഷയം ഒന്നാണ്. എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ നീ ഓർക്കേണ്ട ഇതാണ്, നിൻ്റെ ദൈവം, ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത്. എൻ്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധമായി പറയുന്നുണ്ട്, നിൻ്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ്. അതുപോലെ ഞാനൊരു കോംപ്രമൈസും ഇല്ല. പലരും എന്നോട് പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ദൈവത്തെക്കുറിച്ച് അങ്ങനെയല്ല കാഴ്ചവെക്കേണ്ടത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തിയറട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് പുസ്തകത്തിലെ പശുവല്ലേ, ഇത് പുല്ല് തിന്നുക, അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം, അത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? ഞാൻ അന്ന് നിന്നൊക്കെ ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ 2 മണിയൊക്കെ സംസാരിക്കുമായിരുന്നു. സെമിനാരി പഠിക്കുന്ന കാലത്ത് രാത്രി ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുമെന്ന്? കർത്താവിനോട് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ്, നമ്മൾക്കും അതുപോലെ തന്നെ നിനക്കുണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും. ഇപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു, അപ്പം നീ നിൻ്റെ ദൈവത്തോട് പറയണം, എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം. അത് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് ദൈവത്തിന് അറിയാൻ പാടില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് അല്ല അപ്പന് നിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കൂട്ടുകാരൻ നിൻ്റെ അവസ്ഥ അറിയാം എങ്കിലും നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം. അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം. പക്ഷേ ഭയം വേണം. പുറപ്പാട് 33:11 സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുത്താൻ റവറൻസ് കീപ്പ് ചെയ്യണം, റവറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവം നിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധം ഇടപെടും. എന്ത് വിഷയം ഉണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോട് നീയും ദൈവത്തോട് സംസാരിക്കണം. സങ്കീർത്തനം 92:3 കിന്നരവും വീണയും മീട്ടിയും ഒന്ന് പറഞ്ഞ കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. നമുക്ക് വ്യക്തതയില്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല, എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും, വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചത്. സീറോ ക്ലിയർനെസ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നിട്ട് വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയയുമില്ല. നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നും ഇല്ലല്ലോ, ഉറങ്ങുകയേ ഉള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ. എന്താണ്? ശരി പറയാറ്, എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ഐസിയിലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞാൽ ആർക്കും
ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങൾ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? രാത്രിയിൽ നിന്റെ വിശ്വസ്തത ഞാൻ കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അയ്യൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോൾ ചത്ത് കളയാമെന്ന് തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പൊ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. നീ ഒരു കക്ഷി, നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യവും എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശ്വരം പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാശ്വരവും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവളെ ഐശ്വര്യയിൽ പോയെന്നൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യം മാതാ പൊക്കിക്കൊണ്ട് വന്നോളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശ്വരും കൃപാസത്യം തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിന് അവിടെ ഉടമ്പടി കാശ്വരം ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്വര്യം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശ്വരം കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്? നിങ്ങൾ ഉടമ്പടി കാശ്വരം കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശ്വരം വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശ്വരം കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ കൊളുത്ത് എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയ തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. അതായത് നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശ്വരം കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, അതൊക്കെ തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂച്ച് വെച്ചും വന്ന് വെള്ളം അടിച്ച് വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പരയുമരുടെ ഇൻറ്റൻഷൻ വരണത്. അവിടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റും നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര്
തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത്. എന്താണ്? 2:37 എടുത്ത് നടപടി 2:37 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്തോസ് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടിയവർക്ക് ചോദ്യങ്ങളുണ്ടാകും. അല്ലാത്തൊരു വായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശദീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്നാണ്. വിജയം പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല. അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞത് എന്താണ്? 2:37 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പഴക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായ ഹൃദയം പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്. ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? ചിലവിന് കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി.
ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി, മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട. നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരെയും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണ് ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിൽ വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തിൽ ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വൈകുന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ല. നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തന്നെ എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരൻ്റെ കൊച്ചാനും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ലാഞ്ഞ് വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പോൾ മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ. ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കെട്ടി വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ പോന്നൊക്കെ കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 2 പേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചെറിയ പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കും എന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസ്ഥിതി ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഹൃദയ വിചാരങ്ങൾ. 139 സങ്കീർത്തനം 2 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മക്കളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല, വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധിയോടെ വ്യാപരിക്കുവാൻ